Good evening all. Then ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ടോപ്പിക്സിന്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് 4 ലെവൽ ലേസർ സിസ്റ്റവും അതുപോലെ 3 ലെവൽ ലേസർ സിസ്റ്റവും ആയിരുന്നു. ലാസ്റ്റിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ എൻഡിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എടുക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യും. അത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ആരാണ് ഇൻവെന്റ് ചെയ്തത്, ഏത് മെറ്റീരിയൽസ് ആണ് ഓരോ ലേസറിൽ യൂസ് ചെയ്യുന്നത്, എന്താണ് ഓരോ ലേസറിന്റെയും ഡിഫറൻസ് എന്നുള്ളതൊക്കെ, ഏതാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലേസർ ഏതാണ്. അപ്പോ ഇതൊക്കെ വൺ വേർഡിൽ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കും. ദെൻ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് കോസി 3 ലെവൽ ലേസർ സിസ്റ്റം ആണ്. ഇത് നിങ്ങളുടെ സിലബസിൽ ഇല്ല, ബട്ട് ഒരു എക്സാമിന് ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പോർഷൻ കവർ ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ 3 ലെവൽ സിസ്റ്റവും പഠിച്ചിട്ടുണ്ട്, 4 ലെവൽ സിസ്റ്റവും പഠിച്ചു. അതിന് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഇത് കോസി 3 ലെവൽ ലേസർ സിസ്റ്റം. ഒന്നുമില്ല, നമ്മള് 3 ലെവൽ സിസ്റ്റം പറഞ്ഞ സമയത്ത് നമുക്ക് 3 ലെവൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അതുപോലെ 4 ലെവൽസ് ആണെങ്കിൽ 4 ലെവൽസ് ഉണ്ടാവും. നിങ്ങൾ ഈ ഫിഗർ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ എന്താണ്, ഒരു 4 ലെവൽ സിസ്റ്റം തന്നെയാണിത്. ബട്ട് എന്താ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാല്, ഈ 4th ലെവൽ നമ്മൾ കാണുന്ന ഈ 4th ലെവൽ ഉണ്ടല്ലോ, 4th ലെവൽ എന്ന് പറയുന്നത് ഇതാണ് 4th ലെവൽ. ഈ 4th ലെവൽ എന്താണ്, ഗ്രൗണ്ട് ലെവലുമായിട്ട് വളരെ ക്ലോസ്ലി ഈച്ചവരായി. ഓക്കെ, അപ്പൊ നമുക്ക് കാണുന്ന സമയത്ത് അതൊരു 3 ലെവൽ സിസ്റ്റം ആണെന്ന് വിചാരിക്കും, ബട്ട് ആക്ച്വലി അതൊരു 4 ലെവൽ ആണ്. അപ്പൊ അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയി നിൽക്കുന്ന ഒരു ലേസർ സിസ്റ്റം ആണ് ഇത് കോസി 3 ലെവൽ ലേസർ സിസ്റ്റം. മനസ്സിലാക്കണം, ഒരു 3 ലെവൽ സിസ്റ്റം അല്ല, ഒരു 4 ലെവൽ സിസ്റ്റവും അല്ല, പക്ഷെ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള, കാരണം അതിന്റെ എന്താ പറയാ 4th ലെവൽ, നമ്മുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്, ദെൻ സെക്കൻഡ് ലെവൽ ഇതാണ്, 3rd ലെവൽ ഇതാണ്, ദെൻ 4th ലെവൽ ഇതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്താണ്. ഈ 4th ലെവൽ എന്താണ്, ഗ്രൗണ്ട് ലെവലുമായിട്ട് ഭയങ്കര അടുത്താണ്. നമ്മൾ പറഞ്ഞത് 3 ലെവൽ സിസ്റ്റം ആണെങ്കിൽ 4th ലെവലും ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും. അതായത് 4th ലെവൽ എന്നാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞത്. നമ്മൾ 4 ലെവൽ സിസ്റ്റം പഠിച്ച സമയത്ത് എന്ത് ചെയ്തു, ഇത് രണ്ടും ഡിഫറെന്റ് ലെവൽസ് ആണെന്നും ഈ രണ്ട് ഗ്രൗണ്ട് ലെവലും 4th ലെവലും തമ്മിൽ എന്തുണ്ട്, നല്ലൊരു ഡിഫറൻസും നമ്മൾ ഉണ്ടെന്നും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, പോപ്പുലേഷൻ ഇൻവേർഷൻ ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ദെൻ ഇപ്പൊ കോസി ലെവൽ സിസ്റ്റം എടുക്കും. ഓക്കെ, വോയിസ് കുറച്ചുകൂടി ലൗഡർ ആക്കി പറയാൻ പറ്റുമോ? ഓക്കെ, തിരെ കേൾക്കുന്നില്ല? തീരെ അല്ല, കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരുപാട് ഓക്കെ അങ്ങോട്ട് ഓഡിബിൾ അല്ല. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ ഓക്കെ. സോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 4th ലെവൽ എന്താണ്, ഫസ്റ്റ് ലെവലുമായിട്ട് നിയർലി ഈച്ച് അതറാണ്. അത് വളരെ വളരെ എന്താണ്, ക്ലോസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ഈ കോസി ലെവൽ സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതിൽ കാര്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇതിന്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളത്. നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ വിസിബിൾ ആണ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓഡിയബിൾ അല്ല ഇപ്പം? ഇപ്പൊ കേൾക്കാം സർ. ഓക്കെ ഓക്കെ. അപ്പോ കോസി ലെവൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു ലെവൽസ് തമ്മിൽ ഭയങ്കര അടുത്താണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ച് നിങ്ങൾ ജസ്റ്റ് റീഡപ്പ് ചെയ്താൽ മതി. ബാക്കി ഇന്നലെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ഒറ്റ പോയിന്റ് ഇതാണ്, ഇതിന്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളത്. അതായത് YBAG, എറ്റർബിയം ഡോപ്ഡ് ഇട്രിയം അലൂമിനിയം ഗാർണറ്റ്. NdAg കുറിച്ച് നമ്മൾ
ഇന്നത്തെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലേസർ ആണ് ഇത് YB-YAG. അപ്പൊ YB-YAG ഫോളോ ചെയ്യുന്ന ഏതാണ്? ഈ കോസി 3 ലെവൽ ലേസർ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കി. അപ്പൊ പരീക്ഷ ചോദിച്ചത് ഒരു 4 ഓപ്ഷൻ തന്നിട്ട് 4 ലേസർ തന്നിട്ടുണ്ട്. ND-YAG ഉണ്ട്, YB-YAG ഉണ്ട്, റൂബി ലേസർ ഉണ്ട്. ഈ ഒരു 4 ലേസേഴ്സിൽ കോസി 3 ലെവൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ലേസർ ഏതാണെന്നായിരുന്നു പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ഏതാണ്? YB-YAG ആണ് എന്ന് മനസ്സിലാക്കുക. ND-YAG ലേസർ ആണെങ്കിൽ 4 ലെവൽ ആണ്, റൂബി ലേസർ ആണെങ്കിൽ അത് 3 ലെവൽ സിസ്റ്റം ആയിരിക്കും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കട്ടെ ഇതില്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ 3 ലേസേഴ്സും ഏത് സിസ്റ്റംസ് ആണ് ഫോളോ ചെയ്യുന്നത്, അതിന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു പോർഷൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സ് ആണ്. ഓക്കെ, നമ്മള് ഒരുപാട് ലേസറിന്റെ നെയിംസ് നമ്മൾ ഇൻബിറ്റ്വീൻ, ഈ ക്ലാസ്സിന് ഇൻബിറ്റ്വീൻ ആയിട്ട് തന്നെ നമ്മൾ കുറെ ലേസേഴ്സിന്റെ പേരുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ലേസറിനെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്ത് പോസിബിൾ ആവില്ല. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ലേസേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സോളിഡ് സ്റ്റേറ്റ് ലേസർ. സോളിഡ് സ്റ്റേറ്റ് ആ പേരിൽ തന്നെ ഉണ്ട് എന്തായിരിക്കും, സോളിഡ് സ്റ്റേറ്റ്. വാട്ട് ഈസ് സോളിഡ്? സോളിഡ് എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലിക്വിഡ് എന്താണ് പഠിച്ചിട്ടുണ്ട്, ഗ്യാസ് എന്താണ് പഠിച്ചത്. അപ്പം ഒരു മാറ്ററിന്റെ ഒരു ഫേസ് ആണ് ഇത് സോളിഡ്. അപ്പൊ ആ ഒരു സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ലേസർ ആണ് ഇത് സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ്. അപ്പൊ ഇതിന്റെ പെക്യുലാരിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിന്റെ സോളിഡ് സ്റ്റേറ്റ് ഗെയിൻ മീഡിയം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. അപ്പൊ അതിൽ ഈ ഒരു ലേസറിൽ യൂസ് ചെയ്യുന്ന ഗെയിൻ മീഡിയം എന്തായിരിക്കും? ഒരു സോളിഡ് ഫോമിലുള്ള മീഡിയം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതിന് എക്സാമ്പിൾ എന്താണ്? ഒന്നെങ്കിൽ ക്രിസ്റ്റൽസ് ആയിരിക്കും, ക്രിസ്റ്റൽ സോളിഡ് ഫോമിലാണ്, അല്ലെങ്കിൽ ഗ്ലാസ് ടൈപ്പ് ആയിരിക്കും, ഗ്ലാസസ്. ഓക്കെ, ദെൻ അതിന്റെ വേറൊരു ഇമ്പോർട്ടന്റ്, ഇത് നമുക്ക് ജനറലി എല്ലാ ക്രിസ്റ്റൽസും ഗ്ലാസും എടുത്താലും നമുക്ക് ലേസിംഗ് ആക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിന്റെ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോപ്പ് ചെയ്യും. ഡോപ്ഡ് വിത്ത് റയർ എർത്ത് മെറ്റൽസ് ഓർ ട്രാൻസിഷൻ മെറ്റൽസ്. നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലുള്ള ഒരു കാറ്റഗറി ആണ് ഒന്ന് റയർ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ്. അപ്പൊ ഇവരുമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ സോളിഡ്സിന് എന്ത് ചെയ്യും? ഡോപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുക? ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഡോപ്പിംഗ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഒരു നോർമലി ഒരു ക്രിസ്റ്റൽ നമുക്ക് യൂസ് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് ലേസിംഗ് ആക്ഷൻസ് പോസിബിൾ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ലെവൽ സിസ്റ്റംസ് ആണ് അതിലുള്ളെങ്കിൽ നമുക്ക് ലേസർ ആക്ഷൻ പോസിബിൾ ആവില്ല. അപ്പൊ 4 ലെവൽ സിസ്റ്റത്തിൽ നമ്മൾ കൊണ്ടുവരണം, അല്ലെ 3 ലെവൽ. ഏറ്റവും നല്ലത് 4 ലെവൽ ആണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിന്റെ എനർജി ലെവൽസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോപ്പിംഗ് നടത്തേണ്ടി വരും. അപ്പൊ അതാണ് ഇതിനെ ഡോപ്പിംഗ് ചെയ്യുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻസ്. അത് അറിഞ്ഞിരിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറയുന്ന പേരാണ് റൂബി ലേസർ. ഫസ്റ്റ് ഇൻവെന്റഡ് ലേസർ ആണ്. മെയ്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇൻവെന്റ് ചെയ്ത് നമ്മൾ തുടക്കത്തിലെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ സെക്കൻഡ് വൺ ആണ് ND-YAG. ND-YAG നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു, ഒരു 4 ലെവൽ ലേസർ സിസ്റ്റം ആണ് എന്ന് പറഞ്ഞിരുന്നു. ബട്ട് അതെന്താണ്? ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസർ കൂടിയാണ്. നിയോഡിയം ഡോപ്ഡ് ഇട്രിയം അലൂമിനിയം ഗാർനേറ്റ് സം മെറ്റൽസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡോപ്പ് ചെയ്യാണ്. പിന്നെ അടുത്താണ് TI ലേസർ, ടൈറ്റാനിയം ഡോപ്ഡ് സഫയർ എന്ന് പറയുന്ന ഒരു ലേസർ ഉണ്ട്. അതുപോലെ ER ഉണ്ട്, എർബിയം ഡോപ്ഡ് ഇട്രിയം അലൂമിനിയം ഗാർനൈറ്റ്. ഇങ്ങനെ 4 മെയിൻ ആയിട്ടുള്ള നമ്മൾ പറയുന്ന ഒരു 4 സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സിന്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റിലത്തെ 2 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആണ്. മറ്റ് 2 പേരും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. TI ലേസർ ആൻഡ് ER ലേസർ. ടി എന്നാണ് ടൈറ്റാനിയത്തിന്റെ ആണ്, ER എന്നാണ് എർബിയം എന്ന് പറയുന്ന മറ്റൊരു മെറ്റലിന്റെ. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് ഒരു സോളിഡ് സ്റ്റേറ്റിന്റെ ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. ദെൻ ഇനി നമുക്ക് അതിന്റെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് സോളിഡ് സ്റ്റേറ്റിൽ ഒരു 3 ലെവൽ ലേസർ സിസ്റ്റം പോസിബിൾ ആവാം, മറ്റൊന്നൊരു 4 ലെവൽ ലേസർ സിസ്റ്റം നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് എന്ത്? ഒരു സോളിഡ് സ്റ്റേറ്റ് ഉപയോഗിച്ച് ഒരു 3 ലെവൽ ലേസർ സിസ്റ്റം എങ്ങനെ പോസിബിൾ ആവണം എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത്
റൂബി ലേസർ ഫസ്റ്റ്ലി ഇൻവെന്റഡ് ലേസർ ആണ് റൂബി ലേസർ. അപ്പൊ അത് ആരാണ് ഇൻവെന്റ് ചെയ്തത്? നെയ്മാൻ. ഇത് പരീക്ഷയ്ക്ക് ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ റൂബി ലേസർ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ്ലി കണ്ടുപിടിച്ച ഒരു ലേസർ ആ റൂബി ലേസർ. നെയ്മാൻ ആണ് അത് എന്ത് ചെയ്യുന്നത്, ഇൻവെന്റ് ചെയ്യുന്നത്. 1960 ഇയറും ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഇയറും ചോദിക്കാറുണ്ട്. അപ്പം 1916 ആണ് എന്ത് ചെയ്യുന്നത്, ഇൻവെന്റ് ചെയ്യുന്നത്. പിന്നെ റൂബി ലേസറിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് സോളിഡ് സ്റ്റേറ്റ് ആണ്, മറ്റൊന്ന് എന്താണ്, 3 ലെവൽ ലേസർ ആണ്. രണ്ടും ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എങ്ങനെയും നിങ്ങൾ ചോദ്യം എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ആണെന്നുള്ളതിന്റെ ബേസിൽ ചോദിക്കാം, അല്ലെങ്കിൽ 3 ലെവൽ ലേസർ സിസ്റ്റം ആണെന്നുള്ളതിന്റെ ബേസിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഇൻവെന്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ ബേസിൽ ചോദിക്കാം. അപ്പൊ എങ്ങനെ ചോദിച്ചാലും ആ റൂബി ലേസറിന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഓപ്ഷൻ പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ യൂസ് ചെയ്ത എന്താണ്, സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് റൂബി. റൂബി എന്ന് പറഞ്ഞാൽ എന്താണ്, Al2O3. ഇമ്പോർട്ടന്റ് കേട്ടോ, ഇതിന്റെ ഫോർമുല Al2O3 ആണ്. റൂബി എന്നുള്ള ക്രിസ്റ്റലിന്റെ ഫോർമുലയാണ്. അപ്പൊ റൂബി എന്ന ക്രിസ്റ്റലാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് മീൻസ് അതിന്റെ ഗെയിൻ മീഡിയം. അതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അതിൽ യൂസ് ചെയ്യുന്ന ഗെയിൻ മീഡിയത്തിന്റെ വെച്ചിട്ടാണ് നമ്മൾ ലേസറിന്റെ കാര്യങ്ങൾ പഠിക്കുന്നത് കേട്ടോ. ഗെയിൻ മീഡിയം എന്ത് യൂസ് ചെയ്യുന്നു, അതിന്റെ ബേസിലാണ് നമ്മൾ ലേസറിന്റെ പേരുകൾ പറയാം. അപ്പൊ ഗെയിൻ മീഡിയം ഇവിടെ എന്താണ്, റൂബി ക്രിസ്റ്റൽ ആണ്. റൂബി ക്രിസ്റ്റലിന്റെ ഫോം ആണ് ഇത് Al2O3. ഓക്കെ, പിന്നെ അതെന്താണ്, നമ്മൾ ഹെഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 3 ലെവൽ ലേസർ സിസ്റ്റം ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു എനർജി ഡയഗ്രം നോക്കുക. അപ്പൊ എനർജി ലെവൽസ് ഉണ്ട്, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ ലെവൽസ് ഉണ്ട്. അപ്പൊ 3 ലെവൽ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 ലെവൽ സിസ്റ്റം ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 2 ട്രാൻസിഷൻസ്. ഇത് ഗ്രൗണ്ട് ലെവലാണ്. അപ്പൊ മാർക്ക് ചെയ്ത് എന്താണ്, ഗ്രൗണ്ട് ലെവലിലെ ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ട്രാൻസിഷൻസ് നടക്കാം. ഒന്ന് ഗ്രീൻ റീജിയൻ, അതായത് 554 നാനോമീറ്ററിലും ഒന്ന് 404 നാനോമീറ്ററിലും എന്ത് ചെയ്യാം, ട്രാൻസിഷൻസ് നടക്കാം. അപ്പൊ ഇത് നടക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ പമ്പിന്റെ ബേസിലാണ്. ഓക്കെ, നമ്മൾ എത്രത്തോളം ഇലക്ട്രിക് പമ്പ്, അതായത് നമ്മളിപ്പോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് പമ്പ് ആണ്, എനർജിയാണ് കൊടുക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ സെക്കൻഡ് ലെവലിലേക്കാണ് ജമ്പ് ചെയ്യുക. അതല്ല, ഇനി മറ്റേന് കറസ്പോണ്ടിങ്, ബ്ലൂവിന്റെ ഈ ഒരു റീജിയനിൽ കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ അത് എവിടേക്കാണ് ജമ്പ് ചെയ്യുക, 3rd ലെവലിലേക്കാണ് ജമ്പ് ചെയ്യുക. അത് നമ്മുടെ യൂസസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ എന്ത് ചെയ്യും, ട്യൂൺ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ പമ്പ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയി ട്രാൻസിഷൻ നടക്കും. ഇതിൽ ഏത് ട്രാൻസിഷൻ നടന്നാലും പിന്നീട് എന്ത് ചെയ്യും, ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, അത് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആയിട്ട് വരും. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പിക്ക് ചെയ്യാൻ പറ്റും, ഇതിന്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത്. ബാക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ കുറച്ച് ന്യൂമറിക്കൽ വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒരു വ്യത്യാസവും ആ ഒരു പ്രൊസീജിയറിനും ഇല്ല. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഉണ്ടാവും. ഇത് ലോങ് ലിവിഡ് ആണ്. അപ്പം ലോങ് ലിവിഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പിന്നീട് പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുകയും, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ ഔട്ട്പുട്ട് ആണ് ഇവിടെ കൊടുത്തത്. അതായത് ഒരു റൂബി ക്രിസ്റ്റൽ ഉപയോഗിച്ച് നമ്മളൊരു ലേസർ ഡെവലപ്പ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് 694.3 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. അതിന്റെ കളർ എന്തായിരിക്കും, ഒരു റെഡ് കളർ ആയിരിക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ ഒരു വേവ് ലെങ്ത്. അപ്പൊ റൂബി ക്രിസ്റ്റലിന്റെ അല്ലെ റൂബി ലേസറിന്റെ ഔട്ട്പുട്ട് വേവ് ലെങ്ത് എത്രയാണ്, 694.3 നാനോമീറ്റർ. അങ്ങനെ തന്നെയാണ് എക്സാമിന് ചോദിക്കുക. പിന്നെ അത് ഏത് കളർ റീജിയൻ ആണ് വരിക, റെഡ് കളറിലുള്ള ഒരു റീജിയൻ ആയിരിക്കും വരിക, ഡീപ്പ് റെഡ് കളർ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കട്ടെ, ഒരു വിസിബിൾ ലൈറ്റ് ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരിക. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നീട് പ്രോസസ്സൊക്കെ വൈഡ് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. ബട്ട് നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂസിൽ എന്താണ്, ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്ന് സയന്റിസ്റ്റ് ഏതാണ്, ഏത് ഇയറിലാണ്, പിന്നെ എന്താണ് അതിൽ യൂസ് ചെയ്ത ഗെയിൻ മീഡിയം, അത് ക്രിസ്റ്റൽ ടൈപ്പ് ആണോ, പിന്നെ അതേ ക്രിസ്റ്റൽ ടൈപ്പ് ആണെങ്കിൽ ഏത് ക്രിസ്റ്റലാണ് യൂസ് ചെയ്തത്, പിന്നെ 3 ലെവൽ ആണോ 4 ലെവൽ ആണോ 4C3 ലെവൽ ആണോ, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, അതിന്റെ ഔട്ട്പുട്ട് ഏത് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആണ് അത് എമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലേസർ ഔട്ട്പുട്ട് ഏത് വേവ് ലെങ്ത് റീജിയനിലാണ്, പറ്റുമെങ്കിൽ അതിന്റെ കളർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ. ദെൻ
നെക്സ്റ്റ് ആണ് എന്ത് സോളിഡ് സ്റ്റേറ്റ് 4 ലെവൽ ലേസർ സിസ്റ്റം. അപ്പൊ 3 ലെവൽ നമ്മൾ പറഞ്ഞു. സോളിഡ് സ്റ്റേറ്റ് 4 ലെവലിന്റെ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏതാണ്? Nd:YAG ആണ്. നിയോഡിയം ഡോപ്ഡ് ലിട്രിയം അലൂമിനിയം ഗാർണൈറ്റ്. ഓക്കെ, ഇതാണ് ആ മെറ്റൽ, ആ ഒരു മെറ്റൽ അല്ല, ആ ഒരു സോളിഡ് ഫോമിലുള്ള ഒരു ഒബ്ജക്ട്. നമ്മൾ ഇതാണ് എന്ത് ചെയ്യുക, ഗെയിൻ മീഡിയം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി ശ്രദ്ധിക്കാം, ഇത് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റ് ആണ് JE ജോസിക്, HW മാർക്കോസ് ആൻഡ് LG വാൻ യുട്രേറ്റ് അറ്റ് ബെൽ ലബോറട്ടറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയാം. ബെൽ ലബോറട്ടറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ബെൽ ലബോറട്ടറീസ് ഫിസിക്സിന്റെ ഫീൽഡില് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ലബോറട്ടറി ആണ് ഇത്, ബെൽ. ഓക്കെ, അപ്പൊ അവിടെയുള്ള സയന്റിസ്റ്റ്, ഒരു 3 സയന്റിസ്റ്റുകൾ കൂടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ 1964. അപ്പൊ 1916 എന്ത് ചെയ്യുക, റൂബി ലേസർ ഉണ്ടാക്കിയത്. പിന്നെ ഒരു 4 ഇയേഴ്സ് കഴിഞ്ഞാണ് 1964 എന്ത് ചെയ്യുന്നത്, Nd:YAG ലേസർ ഉണ്ടാക്കും, ഫോം ചെയ്യുന്നത്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേസർ ആണ് കേട്ടോ. നമുക്ക് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് Nd:YAG ലേസറിനെ കൊണ്ട്. ഓക്കെ, പിന്നെ Nd:YAGൽ നമ്മൾ പറഞ്ഞു ഏത് ക്രിസ്റ്റലാണ്? ക്രിസ്റ്റൽ ഓഫ് ലിട്രിയം അലൂമിനിയം ഗാർണൈറ്റ്. ഇതാണ് ആ ക്രിസ്റ്റൽ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. യാഗ് എന്നുള്ള ക്രിസ്റ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽ മീൻസ് ഗെയിൻ മീഡിയം എന്താണ്? ഈ ക്രിസ്റ്റൽ ആണ്. ഓക്കെ, അതാണ് നമ്മൾ മൈൻഡിലേക്ക് വരേണ്ടത്. ദെൻ ഡോപ്ഡ് വിത്ത് നിയോഡിയം അയൺസ്. എന്തുമായിട്ടാണ് ഡോപ്പ് ചെയ്തിട്ടുള്ളത്? നിയോഡിയം, Nd3+. അതാണ് നമ്മുടെ ഇവിടുത്തെ ഡോപ്പ് ചെയ്തിട്ടുള്ള അയൺ. ഓക്കെ, കാരണം ഈ ഒരു ക്രിസ്റ്റലിനെ നമ്മൾ എൻഹാൻസ് ചെയ്യിക്കുകയാണ്, അതിന്റെ പ്രോപ്പർട്ടിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഡോപ്പിംഗ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ നല്ല ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ്. അതിൽ യൂസ് ചെയ്തത് Nd അയൺസ് ആണ് കേട്ടോ, നിയോഡിയം അയൺസ് ആണ്, Nd3+ എന്നാണ് നമ്മൾ ലേബിൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്താണ്? നിങ്ങൾ ഫിഗർ നോക്കുക, എനർജി ലെവൽ ഡയഗ്രം കണ്ടോ? ഓക്കെ, ഇതിൽ 2 ടൈപ്പ് ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പമ്പിങ്ങിനനുസരിച്ച് 2 ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. അതിൽ ഫസ്റ്റിലത്തെ ട്രാൻസിഷൻ മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഉള്ളത്, മറ്റേത് നമ്മൾ എടുക്കുന്നില്ല. ഫസ്റ്റ് 0.7 മൈക്രോമീറ്റർ റേഞ്ചിൽ വരുന്ന ഒരു എനർജി, ഇത് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമ്മൾ ഇൻപുട്ട് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ട് ലെവലിലുള്ള ആറ്റംസ് ഓർ മോളിക്യൂൾസ് എന്ത് ചെയ്യും, E4 എന്നുള്ള ലെവൽസിലേക്ക് എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ എന്താണ് 4 ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്? E4 എന്താണ്? ഷോർട്ട് ലിവ്ഡ് എനർജി സ്റ്റേറ്റ് ആണ്. നമ്മൾ പഠിച്ചതാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സ്. അതേ പ്രോസസ്സ് നമ്മൾ ഇതിന്റെ ഒരു പെർട്ടിക്കുലർ കേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ന്യൂമറിക്കൽ വാല്യൂസ് എക്സ്ട്രാ വരുന്ന, അല്ലാതെ പ്രോസസ്സ് ഒക്കെ എല്ലാത്തിനും സെയിം ആണ്. അപ്പൊ നിങ്ങൾ അത് മാത്രം പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് തന്നെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. എന്താണ്? നമ്മൾ ലൈറ്റ്സ് ഒന്നും എമിറ്റ് ചെയ്യാതെ, എനർജി എമിറ്റ് ചെയ്യാതെ അതെന്ത് ചെയ്യും, അപ്പർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ആറ്റംസ് മോളിക്യൂള് തിരിച്ചു വരും. എന്നാണ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്ന് പറയാം. എന്നിട്ട് എവിടേക്ക് വന്നു, ലോവർ എനർജി സ്റ്റേറ്റ് E2ലേക്ക് എന്ത് ചെയ്തു, ആറ്റംസ് ഓർ മോളിക്യൂൾ എത്തി. E2 എന്താണ്? ഒരു മെറ്റാസ്റ്റേബിൾ ആണ്. മെറ്റാസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ലൈഫ് ടൈം ആണ്. അപ്പം പെട്ടെന്നൊന്നും ആറ്റംസ് ഒരു അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യൂല, ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ത് ചെയ്യും, E2ൽ പോപ്പുലേഷൻ ഇൻവേർഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നീട് എന്ത് ചെയ്യും, അത് ഇതിന്റെ ലൈഫ് ടൈം ഓവർ ആയാൽ ഇവിടുത്തെ E2ലുള്ള ആറ്റംസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, E1 എന്നുള്ള എനർജി സ്റ്റേറ്റിലേക്ക് വരും. അതല്ലാതെ E0 എന്നുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കല്ല ഈ ആറ്റംസ് മോളിക്യൂൾ വരിക. എവിടേക്കാണ് വരിക, E1 എന്നുള്ള അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റിലേക്കാണ് വരിക. ഇതാണ് 4 ലെവൽ എനർജി സിസ്റ്റം അല്ലെങ്കിൽ 4 ലെവൽ ലേസർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. E1 എന്നുള്ളത് എന്തല്ല, ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല. അത് നമ്മൾ അവിടെ ക്ലാസ്സിൽ പ്രത്യേകം ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറഞ്ഞതാണ്. ഓക്കെ, ദെൻ E1 എന്നുള്ള ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, ലൈറ്റ്സിനെ എമിറ്റ് ചെയ്യും. ആ ലൈറ്റ്സിന്റെ വേവ് ലെങ്ത് ആണ് ഇവിടെ കൊടുത്തത് 1064
സോറി, ഇത് നാനോമീറ്റർ അല്ല, മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ റേഞ്ച്, സോറി, ഇവിടെ ഫിഗറിൽ കൊടുത്ത 1.064 മൈക്രോമീറ്റർ ആണ്. അത് നമ്മൾ നാനോമീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും, 1064 നാനോമീറ്റർ ആവും. രണ്ട് റേഞ്ചിലും നിങ്ങൾ അറിഞ്ഞിരിക്കട്ടോ. മൈക്രോമീറ്ററിലാണെങ്കിൽ 1.064 മൈക്രോമീറ്റർ, നാനോമീറ്ററിലാണെങ്കിൽ 1064 നാനോമീറ്റർ ഉണ്ടാവും. രണ്ട് രീതിയിലും ഓപ്ഷൻസ് കാണാറുണ്ട് കേട്ടോ. ഒന്നുമില്ല, മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ്, നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 ആണ് വരിക ഓർഡർ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ ഇതാ, അത് 1.064 ആണ്. ദെൻ ഇതെന്ത് ചെയ്യും, 1064 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താണ്, ലോ യൂണിറ്റ് ആണ് വരിക, ലോ സ്കെയിൽ യൂണിറ്റ് ആണല്ലോ. ഇതൊക്കെയാണല്ലോ, ഇത് ഒരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന്റെ ഔട്ട്പുട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഈ ലേസറിന്റെ ഔട്ട്പുട്ട് കേട്ടോ. ദെൻ ഇനി അടുത്ത പോയിന്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്. This laser is ideal for the generation of laser pulses than other lasers due to the versatility and efficiency. വെരി ഇമ്പോർട്ടന്റ് ആണ്. മറ്റ് ലേസറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ള ഒരു പെക്യുലാരിറ്റി ആണ് എന്ത്, ഐഡിയൽ ജനറേഷൻ ഓഫ് ലേസർ പൾസസ്. നമ്മൾ രണ്ട് ടെക്നിക്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിരുന്നു. എന്തിനെ, പൾസ് ലേസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കണ്ടിന്യൂസ് വേവ് ലേസേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്താണ്. അപ്പം പൾസ് ലേസേഴ്സ്, പൾസ്ഡ് ആയിട്ടുള്ള ലേസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഐഡിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലേസർ ആണ് ഏത്, ND YAG ലേസർ. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളെ സോപ്പിന്റെ എക്സാമിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ND YAG ലേസർ ആണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ അത് പോയിന്റ് ഔട്ട് ചെയ്യട്ടോ. ഇതുപോലെ തന്നെയാണ് 4 ലെവൽ ലേസർ സിസ്റ്റംസ് ആണ് നമ്മൾ ക്ലാസിന്റെ ഇൻട്രൊഡക്ഷനിൽ, ഇപ്പോ തൊട്ടുമുമ്പ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സോളിഡ് സ്റ്റേറ്റിലെ മറ്റു രണ്ടും TI ലേസറും എർബിയൻ ലേസറും ER ലേസർ, ഇത് രണ്ടും എന്താണ് 4 ലെവൽ സിസ്റ്റംസ് തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഇതുപോലെ തന്നെ, പ്രൊസീജിയേഴ്സ് ഒക്കെ ഇതിന്റെ ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല, ബട്ട് ഇതിന്റെ വേവ് ലെങ്ത്, ഔട്ട്പുട്ട് വേവ് ലെങ്ത് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. TI ലേസർ ആണെങ്കിൽ 650 നാനോമീറ്റർ ടു 1100 നാനോമീറ്റർ, ഈ റേഞ്ചിലുള്ള ഒരു ഔട്ട്പുട്ടേക്ക് നമുക്ക് കിട്ടാം. കാരണം TIയിൽ നമ്മൾ ഡോപ്പിങ്ങിന്റെ അളവിൽ വേരിയേഷൻ സംഭവിക്കുമ്പോഴും നമ്മുടെ എന്താണ് ഔട്ട്സൈഡ് പാരാമീറ്റേഴ്സിലൊക്കെ ഉണ്ടാവുമ്പോൾ വേരിയേഷൻ ഉണ്ടാവും. സോ ഇതിന്റെ ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. ഇനി അതല്ല എർബിയൻ ലേസേഴ്സ് ആണെങ്കിൽ അത് 2940 നാനോമീറ്ററിലാണ് അതിന്റെ റേഞ്ച് വരിക. മീൻസ് ആ ഒരു ലെവലുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ട് ടൈപ്പ് സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ് ആണല്ലോ, ഒന്ന് 3 ലെവലും മറ്റൊന്ന് 4 ലെവലും ആണ്. ഓക്കെ, അതിൽ 3 ലെവലിന് എക്സാമ്പിൾ റൂബി ലേസർ മാത്രമേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദി കേസ് ബാക്കിയുള്ള ലേസേഴ്സുകളൊക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതും എന്താണ് 4 ലെവൽ കേസിലാണ് വരിക. പിന്നെ ഒരു ലേസർ ആണ് കോസി 3 ലെവലുള്ള, അത് YB YAG ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടുള്ളതൊക്കെയാണ് എക്സാമിന് നിങ്ങളോട് പിക്കപ്പ് ചെയ്തിട്ട് ചോദിക്കുക. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത്. അല്ലാതെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ലേസേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കിട്ടും. കാരണം അതിന്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്, അതിന്റെ ഉള്ളിൽ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. ബട്ട് അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തില്ല, ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടിയും ഓരോ ലേസറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോയിന്റ്സുകൾ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, എക്സാമിന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, ക്ലാസ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് തന്നെ നിങ്ങൾ ചോദിക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ആണ് ഏത്, ഗ്യാസ് ലേസർ. എന്താണ് ഗ്യാസ്? അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് സോളിഡ് ആയിട്ടുള്ള ഒരു ഗെയിൻ മീഡിയം യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുന്ന ലേസേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഗ്യാസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗെയിൻ മീഡിയം ഏതായിരിക്കും, ഗ്യാസസ് ആയിരിക്കും.
ഓക്കെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ബാക്കിയുള്ള ഒപ്റ്റിക്കൽ റെസൊണേറ്റർ സെറ്റിംഗ്സ് ഒക്കെ അങ്ങനെ ആയിരിക്കും. ബട്ട് അതിന്റെ ഗെയിൻ മീഡിയം എന്തായിരിക്കും? ഗ്യാസ് ഫില്ല് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓർ മിക്സ്ചർ ഓഫ് ഗ്യാസ്. ഒന്നെങ്കിൽ സിംഗിൾ ഗ്യാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്യാസുകളൊക്കെ മിക്സ്ചർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡോപ്പിംഗ് ചെയ്തതല്ല, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മോർ ദാൻ വൺ ഗ്യാസസ് നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് മിക്സ്ചർ ഓഫ് ഗ്യാസസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, then the laser action is achieved by the transition between vibrational and rotational levels of the molecule. നിങ്ങൾ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ് ഒക്കെ പഠിച്ചവരായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോണിക് ലെവൽസ് ഉണ്ട്, പിന്നെ റൊട്ടേഷണൽ ലെവൽസ് ഉണ്ട്, വൈബ്രേഷണൽ ലെവൽസ് ഉണ്ട്, അല്ലെ? അങ്ങനെ ഒരുപാട് ലെവൽസ് ഉണ്ട്. അപ്പൊ ഈ ഗ്യാസസിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജി ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ലെവൽസിന്റെ ഇടയ്ക്ക് ആറ്റംസ് മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ട്രാൻസിഷൻ ഒക്കെ ചെയ്യാണ്. ഹയർ എനർജി സ്റ്റേറ്റിലേക്കും അതുപോലെ തന്നെ തിരിച്ച് ലോവർ എനർജി സ്റ്റേറ്റിലേക്കും ഒക്കെ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ലേസിംഗ് ആക്ഷൻസ് ഒക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ, ഗ്യാസസിന്റെ കേസിൽ, ഈ ട്രാൻസിഷൻ പോസിബിൾ ആവുന്നത് അതിന്റെ റൊട്ടേഷണൽ ലെവൽസിനും അതുപോലെ വൈബ്രേഷണൽ ലെവൽസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അലി ജവാൻ, വെരി ഇമ്പോർട്ടന്റ്, an Iranian American physicist ആണ്. This firstly proposed the concept of gas laser in 1959 at the Bell Telephone Laboratories. Bell Laboratory നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിലുള്ള മറ്റൊരു സയന്റിസ്റ്റ് ആണ് അലി ജവാൻ. ഇത് നിങ്ങളെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, അലി ജവാൻ. അതായത് ഇറാനിയൻ അമേരിക്കൻ ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് എന്താണ്? അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അദ്ദേഹമാണ് ഫസ്റ്റ്ലി ആദ്യമായിട്ട് ഗ്യാസ് ലേസർ എന്നുള്ള കൺസെപ്റ്റ് എന്ത് ചെയ്തത്? പുട്ട് ഫോർവേഡ് ചെയ്തത്, അതായത് കൊണ്ടുവന്നത്. അത് ഇയർ നോക്കുക 1959 കോൺസെപ്റ്റ് കൊണ്ടുവന്ന, അത് ബിൽഡ് ചെയ്തല്ല, അതിന്റെ കൺസെപ്റ്റ് ആദ്യം പ്രൊപ്പോസ് ചെയ്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന അലി ജവാൻ എന്നുള്ള സയന്റിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, ആരാണ് ആദ്യമായിട്ട് ഗ്യാസ് ലേസറിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നതെന്നുള്ളത്. ദെൻ ഗ്യാസ് ലേസറിന്റെ മെയിൻ ആയിട്ടുള്ള കുറെ ഗ്യാസ് ലേസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേസർ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ. നിങ്ങൾ സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് ലേസർ ആണ്. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് HEN, ഹീലിയം നിയോൺ ലേസർ. പിന്നെ ആർഗൺ അയൺ ലേസേഴ്സ് ഉണ്ട്. അങ്ങനെ കുറെ ലേസേഴ്സും അവൈലബിൾ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ലേസറിന്റെ പേരുകൾ നമ്മൾ എന്ത് ചെയ്താണ് എടുത്താണ്. പിന്നെ ഈ ലേസേഴ്സ് ഒക്കെ എന്താണ്? 4 ലെവൽ സിസ്റ്റംസ് ആണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. അത് അറിഞ്ഞിരിക്കാം. Then ഫസ്റ്റ് വൺ, CO2 മോളിക്കുലാർ ഗ്യാസ് ലേസർ. ഈ ഗ്യാസ് ലേസർ നമ്മൾ മോളിക്കുലാർ ഗ്യാസ് ലേസർ എന്നൊക്കെ പേരുണ്ട്. എല്ലാം ഗ്യാസ് ലേസർ തന്നെയാണ് കേട്ടോ, അല്ലാതെ വേറെ ഡിഫറെന്റ് സംഭവം ഒന്നല്ല. മോളിക്കുലാർ ഗ്യാസ് ലേസർ എന്ന് പറയാണ്ട് ഗ്യാസ് ലേസർ എന്നും പറയാറ്. ദെൻ CO2 ഗ്യാസ് ലേസർ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് ഫസ്റ്റ്ലി ഇൻവെന്റ് ചെയ്താണ് കുമാർ പട്ടേൽ എന്നുള്ള സയന്റിസ്റ്റ് ആണ്. 1964 അത് ഡെവലപ്പ് ചെയ്യുന്നത്. അതും ബെൽ ലാബ് എന്നാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബെൽ ലാബ് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു ഹബ്ബായിട്ട് തന്നെ ആയിരുന്നു അന്ന് വർക്ക് ചെയ്തത്. മനസ്സിലായി? ഏകദേശം നമ്മൾ പറഞ്ഞതൊക്കെ ബെൽ ലാബ് എന്നാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കവർ ചെയ്തത്. അപ്പൊ കുമാർ പട്ടേലാണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ അത് പേര് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇയർ 1964. ദെൻ ഇതൊരു 4 ലെവൽ ലേസർ ആണ്. ആൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 10.6 മൈക്രോമീറ്റർ, അതായത് ഇൻ ദി ഫാർ IR റീജിയൻ. അതായത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓപ്പറേറ്റ് ചെയ്യുന്നത് 10.6 മൈക്രോമീറ്റർ റേഞ്ചിലാണ്. ദെൻ ഇറ്റ് ഈസ് എ വെരി എഫിഷ്യന്റ് ലേസർ. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേസർ ആണ് ഇത്, ഈ ഒരു ലേസർ, CO2 ലേസർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ HEN ലേസർ, മറ്റൊരു ലേസർ നമ്മൾ പറഞ്ഞതായിരുന്നു ഹീലിയം നിയോൺ ലേസർ ആണ്. ഇത് ഇൻവെന്റ് ചെയ്തത് ടീം, ഇത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഹീലിയം നിയോൺ ലേസറിൻ്റെത്. ഇവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പേരുകൾ ഇവിടെ പറഞ്ഞതാണ്. അലി ജവാൻ, വില്യം ബെന്നറ്റ്, ഡൊണാൾഡ് ഹെറോയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇവിടെ ഈ 2 പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, CO2 മോളിക്യൂലർ ലേസറിന്റെ. ദെൻ അതിന്റെ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് സിമ്പിൾ ആണ്. ദ ആക്റ്റീവ് മീഡിയം, അതായത് ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ മീഡിയം കേട്ടോ.
അന്ന് തന്നെ പറഞ്ഞിരുന്നു ഗെയിൻ മീഡിയത്തിന്റെ മറ്റൊരു പേരാണ് ആക്റ്റീവ് മീഡിയം. ഇസ് എ ഗ്യാസ് ഓഫ് മിക്സ്ചേഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ആൻഡ് ഹീലിയം. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അതിൽ ആരൊക്കെ ഉണ്ട്? ഹീലിയവും അതുപോലെ നൈട്രജൻ N2 ഒക്കെ ഉണ്ട്. N2 ആണ് കേട്ടോ. Then the laser transition take place between the vibrational states of CO2 molecules. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ വൈബ്രേഷണൽ ലെവൽസിന്റെ ഇടയിലാണ് ട്രാൻസിഷൻ എന്ത് ചെയ്യുന്നത്, ഒക്കെ ചെയ്യുന്നത് മനസ്സിലാക്കുക. ദെൻ അതിന്റെ ഫിഗർ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതേ സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഇതിൽ ഒറ്റ ഡിഫറൻറ്റേ ഉള്ളൂ, ഇവിടുത്തെ ഗെയിൻ മീഡിയം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്യാസ് ഫോമിലേക്ക് ഉണ്ടാകുന്നതാണ്. ബാക്കിയുള്ള സിസ്റ്റംസ്, ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ എന്താണ്, സെയിം ആണ്. കാരണം നമ്മളിവിടെ പമ്പ് കൊടുക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ റെസൊണേറ്റർ ഉണ്ട്. ഈ രണ്ടാമത്തെ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ പാർഷ്യലി റിഫ്ലക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതിന്റെ എന്ത് ചെയ്യും, ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് കളക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇതില്? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓഡിയബിൾ അല്ലേ? ഓഡിബിൾ ആണ് സർ. ഓക്കെ. ദെൻ ഇനി അതിന്റെ എനർജി ലെവൽസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്താണ് ഒക്കെ ചെയ്യുന്നത് നോക്കാം. ഒന്ന്, ആദ്യം തന്നെ ഇലക്ട്രിക് ഡിസ്ചാർജ് അല്ലെ, അതായത് നമ്മള് പമ്പിങ് ചെയ്യുക. നമ്മളൊരു ഔട്ട്പുട്ട് മീൻസ് ഇൻപുട്ട് കൊടുക്കുകയാണ്, ഇലക്ട്രിക്കൽ ആയിട്ടോ അതോ ഫ്ലാഷ് ലാമ്പ് ആയിട്ടോ നമ്മൾ പഠിച്ചതാണ് എങ്ങനെ പമ്പിങ് കൊടുക്കുക, അതായത് ഇൻപുട്ട് കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ് ഗ്യാസിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ഒക്കെ ചെയ്യും. ദെൻ ദ ഇലക്ട്രോൺസ് കൊളൈഡ് വിത്ത് ദ നൈട്രജൻ മോളിക്യൂൾസ്. അതിലുണ്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നൈട്രജൻ മോളിക്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഫിഗറിൽ നോക്കട്ടോ, ഇത് നൈട്രജൻ ആണ്. ഇപ്പൊ നൈട്രജനുമായിട്ട് ഈ ഫസ്റ്റിൽ നമ്മൾ പമ്പ് കൊടുക്കുന്ന സമയത്ത് ഈ നൈട്രജനായിട്ട് എന്ത് ചെയ്യും, ഇത് കൊളൈഡ് ചെയ്തിട്ട് ഈ നൈട്രജൻ എന്ത് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ മൂവ് ചെയ്യും. കാരണം കൊളീഷൻ ഇലക്ട്രോൺസ് ആരായിട്ടാണ് കൊളൈഡ് ചെയ്യുന്നത്, നൈട്രജൻ മോളിക്യൂൾസും ആണ് ഫസ്റ്റ്ലി കൊളൈഡ് ചെയ്യുക. എന്നിട്ട് ഈ നൈട്രജൻ മോളിക്യൂൾ എന്ത് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ നൈട്രജൻ ഇപ്പൊ എന്ത് ചെയ്തു, എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ദെൻ നൗ N2 മോളിക്യൂൾ ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. പിന്നെ ഇനിയിപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള N2 മോളിക്യൂൾസ് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള ഈ ഒരു മോളിക്യൂള് കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോ നിലവിൽ എവിടെ ഉള്ളത്, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള നൈട്രജൻ മോളിക്യൂള് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസിലേക്ക് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും. ഇങ്ങനെ കൊളീഷൻ നടത്താനുള്ള റീസൺ എന്താന്ന് വെച്ചാല്, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ അതിന്റെ നെക്സ്റ്റ് വൈബ്രേഷണൽ ലെവൽസിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യിക്കണമെങ്കിൽ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഈ നൈട്രജൻ എക്സൈറ്റ് ചെയ്യുന്ന, അതായത് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു നൈട്രജനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രാൻസിഷൻസ് സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് കൊടുക്കാതെ നൈട്രജൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് നമ്മൾ എനർജി പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, സഫീഷ്യന്റ് എനർജി CO2 കിട്ടുമ്പോൾ CO2 മോളിക്യൂൾസ് എന്ത് ചെയ്യും, അതിന്റെ ഹയർ എനർജി ലെവൽ ആയിട്ടുള്ള E5ലേക്ക് ജമ്പ് ചെയ്യും. ദെൻ ഇനി ശ്രദ്ധിക്കുക, E5 എത്തിയാല്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് എത്തി അതിന്റെ ഹയർ എനർജി ലെവലിൽ എത്തി, അതായത് E5 എത്തി. E5 എത്തിയാൽ പിന്നീട് അത് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഹയർ ലെവൽ, അതായത് അത് ഷോർട്ട് ലിവിഡ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും, അതിന്റെ ലോവർ എനർജി ലെവലിലേക്ക് വരും. അപ്പൊ അത് വരുന്നതാണ് നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ട് രീതിയിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട്സ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് 10.6 മൈക്രോമീറ്റർ റേഞ്ചിലും മറ്റൊന്ന് 9.6 മൈക്രോമീറ്റർ. അതാണ് കൊടുത്തത്. ഒന്ന് E5 to E4 ഒരു ട്രാൻസിഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് E5 നിന്ന് E3യിലേക്കും ഒരു ട്രാൻസിഷൻ ഒക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടും ഒക്കെ ചെയ്യും, നാച്ചുറലി ഒക്കെ ചെയ്യുന്നതാണ്. ദെൻ അപ്പൊ രണ്ട് ടൈപ്പ് ലേസേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീടുള്ളതൊക്കെ നേരെ എന്ത് ചെയ്യും, പിന്നീട് ട്രാൻസിഷൻ വഴി എന്ത് ചെയ്യും, അത് E2 എന്നുള്ള സ്റ്റേറ്റിൽ എത്തും. E2 നിന്ന് വീണ്ടും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തും. ഇതാണ് ഇവിടെ ഒക്കെ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഔട്ട്പുട്ട് വരും നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ലേസേഴ്സിനൊക്കെ ഒരു ഔട്ട്പുട്ടേ നമ്മൾ കാണാറുള്ളൂ, അല്ലെ?
നമ്മൾ രണ്ട് ലേസർ ഒന്നും കാണാം. ലേസർ എന്ന യൂണി ഡയറക്ഷനിലാണ്. അല്ലാതെ അതിന് കുറെ കളറിലുള്ള ലേസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെന്റ് ലേസേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അല്ലാതെ ഒരു ലേസറിൽ നിന്നും ഡിഫറെന്റ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ള എന്തല്ല നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഇവിടെ രണ്ട് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്തു. ഇനി എന്താ സംഭവിക്കുക? അപ്പോ അതിനുള്ള റീസൺ ആണ് കൊടുത്തത്. ഇതില് 10.6 മൈക്രോമീറ്റർ ട്രാൻസിഷൻ ആയിരിക്കും ആരേക്കാൾ കൂടുതൽ ഒക്കർ ചെയ്യുക. 9.6 മൈക്രോമീറ്റർ ട്രാൻസിഷനേക്കാൾ മോർ ഇന്റൻസ് ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റില്ല. വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. 9.6 മൈക്രോമീറ്റർ റേഞ്ചിലുള്ള ട്രാൻസിഷന് കൂടുതൽ നമുക്ക് എന്താ കിട്ടുക? 10.6 മൈക്രോമീറ്റർ റേഞ്ചിലാണ്. അപ്പൊ CO2 ലേസറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ വരിക? 10.6 മൈക്രോമീറ്റർ റേഞ്ച് വേവ് ലെങ്ത് ഉള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരു CO2 ലേസറിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ടത്, ഡയറക്റ്റ് നമ്മൾ പമ്പിങ് അല്ല കൊടുക്കുന്നത്. നമ്മൾ നൈട്രജൻ മോളിക്യൂളിനെ ആദ്യം എക്സൈറ്റ് ചെയ്തു. ദെൻ ആ എക്സൈറ്റ് ചെയ്ത നൈട്രജൻ മോളിക്യൂൾ ആണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതും. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ മൂവ് ചെയ്യുന്നു. ദെൻ അത് റിലീസ് ചെയ്ത് അതിന്റെ ലോവർ എനർജി സ്റ്റേറ്റിൽ വരുമ്പോൾ രണ്ട് വേവ് ലെങ്ത് അത് എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. അതായത് രണ്ട് എനർജി സ്റ്റേറ്റിലേക്ക് തന്നെ സൈമൾട്ടേനിയസ്ലി അതിന് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് 10.6 മൈക്രോമീറ്റർ ആണ്, ഒന്ന് 9.6 മൈക്രോമീറ്റർ ആണ്. ബട്ട് ഇതിൽ 10.6 മൈക്രോമീറ്റർ ആണ് എന്ത്? മോർ ഇന്റൻസ് ദാൻ 9.6 മൈക്രോമീറ്റർ. സോ വിൽ ബി ഗെറ്റ് an ഔട്ട്പുട്ട് വിത്ത് 10.6 മൈക്രോമീറ്റർ വേവ് ലെങ്ത് റേഞ്ച്. ഓക്കെ, ഇതാണ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യുലാർ ഗ്യാസ് ലേസർ എന്ന് പറയുന്നതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളെ ഹീലിയം നിയോൺ മോളിക്കുലാർ ഗ്യാസ് ലേസർ ആണ്. ബ്രീഫായിട്ട് പറയുകയാണ്, ഇതിന്റെ വൈഡ് എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒക്കെ അറിയുന്നത്. പിന്നെ നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല പ്രൊസീജിയർ കാര്യങ്ങളൊന്നും, CO2 മാത്രം. ബട്ട് എക്സാമിന് ഒരുപക്ഷെ ചോദിച്ചേക്കാം എന്നുള്ളതിലാണ് നമ്മൾ ഹീലിയം നിയോൺ ലേസർ എടുക്കുന്നത്. ദെൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ അലി ജവാൻ, വില്യം ബെനറ്റ്, JR, ഡൊണാൾഡ് ഹെറോയിറ്റ്, ഈ മൂന്ന് സയന്റിസ്റ്റ് കളക്റ്റീവ്ലി ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലേസർ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്, ഹീലിയം നിയോൺ എന്ന് പറയുന്നത്. സോ ഇതിൽ ഹീലിയം നിയോൺ ആണ് എന്ത് ചെയ്യുന്നത്? ഗെയിൻ മീഡിയം ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത്. ഗ്യാസ് ആണ്, ഗ്യാസ് ലേസർ ആണ്. അപ്പൊ ഇതിലെ ഗെയിൻ മീഡിയം എന്ന് പറയുന്നത് ഹീലിയം നിയോൺ ഗ്യാസ് ആയിരിക്കും യൂസ് ചെയ്യാം. ദെൻ ഇത് എമിറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 632.8 നാനോമീറ്റർ റേഞ്ച് ആയിരിക്കും. ആൻഡ് വിച്ച് ഈസ് ഫാൾ വിത്ത് ദി റെഡ് പാർട്ട് ഓഫ് ദി വിസിബിൾ സ്പെക്ട്രം. ഏകദേശം ഒരു റെഡ് കളറിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിന്റെ വേവ് ലെങ്ത് ഓർത്ത് വെക്കുക, 632.8 നാനോമീറ്റർ. ഇത് നാനോമീറ്റർ റേഞ്ചിലാണ്. CO2ൻ്റെത് നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാണ് ഓർത്ത് വെക്കണേ? 10.6 മൈക്രോമീറ്റർ റേഞ്ചിലാണ്. മാറിപ്പോരുത് കേട്ടോ. ഇത് നാനോമീറ്റർ റേഞ്ച് ആണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മൈക്രോമീറ്റർ റേഞ്ച് ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് പൾസ്ഡ് ലേസേഴ്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പൾസ്ഡ് ലേസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് വേവിന് മാത്രമല്ല, പൾസ്ഡ് ലേസർ യൂസ് ഇത് പൾസ്ഡ് ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യൂല? യൂസ് ചെയ്യൂല. അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് പൾസ്ഡ് ലേസർ. പൾസ്ഡ് ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാത്ത ഒരു ലേസർ ആണ് ഇത്, HENE. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, HENE ലേസർ. ഇതൊന്ന് നോട്ട് ചെയ്യട്ടോ. അപ്പോൾ ഏതെങ്കിലും 4 ലേസേഴ്സ് വന്നിട്ട് നിങ്ങളോട് പിക്ക് ചെയ്യാൻ പറയത്, വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് പൾസ്ഡ് ലേസർ, അല്ലെ ലേസർ പൾസസ്, രണ്ട് ചോദിച്ചാലും സെയിം ആണ്. അപ്പൊ അത് ഏതാണ്? ഇതിന്റെ HENE ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ചില പ്രോപ്പർട്ടീസിന്റെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൾസ്ഡ് ലേസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറ്. കണ്ടിന്യൂസ് വേവിനാണ് നമ്മൾ ഈ ലേസർ യൂസ് ചെയ്യട്ടോ. ഈ പോയിന്റ് നോട്ട് ചെയ്യട്ടോ, ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് കാറ്റഗറി ആണ് ഡൈ ലേസർ. ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾസോ നോൺ ആസ് ഓർഗാനിക് ഡൈ ലേസർ എന്നും ഇതിനെ പേര് പറയാനുണ്ടോ. ഒന്നെങ്കിൽ ഡൈ ലേസർ എന്ന് പറയാം, അല്ലെ ഓർഗാനിക് ഡൈ ലേസർ എന്ന് പറയാം. അതിന്റെ
the tunable laser that uses a dye, usually liquid form. അപ്പൊ നമ്മൾ ആദ്യം സോളിഡ് കേസ് പറഞ്ഞു, പിന്നെ ഗ്യാസിന്റെ കേസ് പറഞ്ഞു, മറ്റൊന്നാണ് ഇത് ഡൈ. ഡൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ലിക്വിഡ് ഫോമിലുള്ള ഒരു മീഡിയ യൂസ് ചെയ്യുക. 3 കാറ്റഗറി ആണുള്ളത്. അപ്പം ലിക്വിഡ് ഫോമിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഗെയിൻ മീഡിയ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ലേസർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈ ലേസർ എന്ന് പറയാം. പിന്നെ ഓർഗാനിക് ഡൈ ലേസർ എന്നും പറയാറുണ്ട്. അപ്പൊ എല്ലാ ലിക്വിഡ് ഉപയോഗിച്ചാൽ നമുക്ക് ലേസർ കിട്ടൂല. ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ മോളിക്യൂൾസ് ഉള്ള ലിക്വിഡ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. അത് ഏതാണെന്നുള്ളതാണ് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. Then most of the laser dye used are organic molecules. It's very important കേട്ടോ. ഓർഗാനിക് മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഓർഗാനിക് മോളിക്യൂൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓർഗാനിക് മോളിക്യൂൾസിനെ യൂസ് ചെയ്തിട്ടാണ് ലേസർ ഡൈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലേസർ ഡൈ ആണ് അതിലുള്ള മെറ്റീരിയൽ. ദെൻ വിച്ച് ഈസ് മിക്സ്ഡ് ഇൻ എ സോൾവെന്റ് ലൈക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ വാട്ടർ. അപ്പം ഓർഗാനിക് മോളിക്യൂൾസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആൽക്കഹോളിലോ അല്ലെങ്കിൽ വാട്ടറിലോ എന്ത് ചെയ്യും, മിക്സ് ചെയ്തിട്ട് സോൾവെന്റ് ആക്കിയിട്ട് അതാണ് നമ്മുടെ ലേസർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ എല്ലാ ലിക്വിഡും ഒരു വാട്ടർ കൊണ്ടുവച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ലേസർ പ്രൊഡ്യൂസ് ചെയ്യാന്നല്ല അതിന്റെ കൺസെപ്റ്റ്. അതിലേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സം അതർ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഓർഗാനിക് മോളിക്യൂൾസ്. Then the wavelength emission of dye laser depend on the type of laser dye use. അപ്പൊ നമ്മൾ ഏത് ഡൈ ആണോ അതിൽ യൂസ് ചെയ്യുന്നത് അല്ലെ. ഓർഗാനിക് മോളിക്യൂൾസ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അത് ആൽക്കഹോളിൽ മിക്സ് ചെയ്യുന്ന വാട്ടറിൽ മിക്സ് ചെയ്യുന്ന അതിനനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ചെയ്യും, അതിന്റെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, ഡിഫറൻസ് വരും. Then usually these range from ultraviolet region to the near infrared region. ultraviolet region to ഇൻഫ്രാറെഡ് റീജിയന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് എന്തിന്റെ വേവ് ലെങ്ത് ഔട്ട്പുട്ട് കിട്ടുക, ഒരു ഡൈ ലേസറിന്റെ ഔട്ട്പുട്ട് കിട്ടുക. പിന്നെ അത് ചേഞ്ച് ചെയ്യുന്നതിന് റീസൺ ആണ് നമ്മൾ പറഞ്ഞത്, ഏത് ഡൈ ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് അത് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. സോ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദി ലേസർ ആണ് ഈ സംഭവം. ട്യൂൺ ചെയ്യാൻ പറ്റും, അതായത് ഒരു വൈഡ് റേഞ്ചിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേതിന്റെ ഒക്കെ ഏകദേശം നമ്മൾ എന്താണ് ഫിക്സ്ഡ് അല്ലെ, റൂബി ആണെങ്കിലും എൻഡിയാഗ് ആണെങ്കിലും ഒക്കെ ഒരു ഫിക്സ്ഡ് വേവ് ലെങ്ത് ആണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡൈയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡൈ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ഡൈ ചേഞ്ച് ചെയ്യാന്ന് ചെറിയൊരു മോളിക്യൂൾ തന്നെ മാറ്റം വരുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വൈഡ് റേഞ്ചിലുള്ള ഒരു ലേസർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അൾട്രാവയലറ്റ് ടു ഇൻഫ്രാറെഡ് റീജിയന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വേവ് ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ലേസറൊക്കെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള, നമ്മൾ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ആ ആപ്ലിക്കേഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലേസറും കൂടിയാണ് കേട്ടോ ഡൈ ലേസർ. അതിന്റെ ഒരു പ്രൊഡക്ഷന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അതാ വിചാരിക്കട്ടോ. ദെൻ ഡൈ ലേസർ യൂഷ്വലി പമ്പ് യൂസിങ് അനദർ ലേസർ whose wavelength depend on the emission range of the laser dye use. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലേസർ, അതായത് ഡൈ ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പമ്പിങ് എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു ലേസർ ആയിരിക്കും. നമ്മൾ നേരത്തേലൊക്കെ നമ്മൾ പറഞ്ഞ ഫ്ലാഷ് ലൈറ്റോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പമ്പിങ് ഒക്കെ കൊടുത്താൽ മതി, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഇത് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഡൈ ലേസറിൽ നമ്മൾ കൊടുക്കുന്നതാണ് മറ്റൊരു ലേസർ തന്നെയാണ് എന്ത് ചെയ്യുക, അതിന്റെ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പമ്പിങ് എന്ന് പറഞ്ഞാൽ ഓൺ ആക്കാൻ, ജസ്റ്റ് സെറ്റപ്പ് ഓൺ ആക്കാൻ കൊടുക്കുന്നത് തന്നെ വേറെ എന്താണ്, ഒരു ലേസർ ആണ്. അതിന്റെ വേവ് ലെങ്ത് ഡിപ്പെൻഡ് ഓൺ ദി എമിഷൻ റേഞ്ച് ഓഫ് ദി ലേസർ ഡൈ യൂസ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ ഏകദേശം ഏത് റേഞ്ചിലാണോ നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്, അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഏകദേശം അതിന് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ലേസർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, പമ്പ് ചെയ്യേണ്ടി വരിക. അതതിനനുസരിച്ച് ഡിപ്പെൻഡബിൾ ആണ്, അത് മാറിക്കൊണ്ടിരിക്കും. അതായത് ഡിഫറെന്റ് ഡൈ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഡിഫറെന്റ് പമ്പിങ് ലേസേഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും, അതിന്റെ മീനിങ്. ഓക്കെ, ദെൻ the first dye laser demonstrated in 1966 by Peter P. Sorokin, John R. Lenkard at IBM എന്നുള്ള ലബോറട്ടറിയിലാണ് ആദ്യമായിട്ട് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ നടന്നത്. അതിന്റെ സയന്റിസ്റ്റിന്റെ പേരുകളാണ് 1966 അതുപോലെ തന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഓർഗാനിക് ഡൈ എന്ന് പറയുന്നത് ക്ലോറോഫിൽ ആണ്. ക്ലോറോഫിൽ ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് സോൾവെന്റ് ആസ് ദി ലേസിംഗ് മീഡിയം. അപ്പൊ ക്ലോറോഫിൽ ആണ് ആദ്യമായിട്ട് ഒരു ഡൈ ലേസർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ ക്ലോറോഫിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ആദ്യത്തെ ഡൈ ലേസർ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്ത ഓർഗാനിക് ഡൈ ഏതാണ് എന്ന് ചോദിക്കാൻ.
അല്ലെങ്കിൽ ഡൈ ഏതാന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് ക്ലോറോഫിൽ. ദെൻ അവരുടെ സയന്റിസ്റ്റിന്റെ പേര്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇതിന്റെ പ്രൊസീജിയർ ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്, ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഈ ഡൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വൈബ്രേഷനും ഇതൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പൊ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഒരുപാട് ക്ലാസ് വേണ്ടി വരും അത് കവർ ചെയ്യണമെങ്കിൽ തന്നെ. ബട്ട് ഡൈ ലേസറിന്റെ കേസിൽ നിങ്ങൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്താണ് ഡൈ ലേസർ, പിന്നെ അതിന്റെ റേഞ്ച്, ഔട്ട്പുട്ട് റേഞ്ച് ഏതാണ്, പിന്നെ ഫസ്റ്റ് ക്ലോറോഫിലാണ് അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ അതിന്റെ സയന്റിസ്റ്റിന്റെ പേരുകൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പൊ 3 ടൈപ്പ് ലേസർ പറഞ്ഞു. സോളിഡ് സ്റ്റേറ്റ് പറഞ്ഞു, ഗ്യാസ് ലേസർ പറഞ്ഞു, ഡൈ മീൻസ് ലിക്വിഡ് ഫോമിലുള്ള ഗെയിം മീഡിയ ഉപയോഗിച്ച് നമുക്ക് ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് സെമി കണ്ടക്ടർ ലേസർ. അപ്പോ ഈ 3 കാറ്റഗറി അല്ല, 4ാമത്തെ ഒരു കാറ്റഗറി ആണ് എന്ത്, സെമി കണ്ടക്ടർ ലേസർ. സെമി കണ്ടക്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇലക്ട്രോണിക്സ് നിങ്ങൾ വൈഡ് ആയിട്ട് സ്റ്റഡി ചെയ്ത സംഭവമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഓൾസോ നോൺ ആസ് ലേസർ ഡയോഡ്. ലേസർ ഡയോഡ് എന്ന് ഷോർട്ടാക്കി വിളിക്കാറുണ്ട് കേട്ടോ ഇതിന്. സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഡയോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പി എൻ ജംഗ്ഷൻ ഒക്കെ ഓർമ്മല്ലേ, അതേ പി എൻ ജംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുക കേട്ടോ. സോ ദ ലേസർ ദാറ്റ് യൂസസ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പേരിൽ എന്താണോ ഉപയോഗിച്ചത് അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൽ യൂസ് ചെയ്യുന്ന ഗെയിൻ മീഡിയ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പറഞ്ഞത്. ഇത് നമ്മൾ കൂടുതലായിട്ട് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാറുണ്ട് സെമി കണ്ടക്ടർ. അതിന് ഒന്നാമത്തെ റീസൺ ആണ് കോമ്പാക്ട്. കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ സൈസ് ആണ് ഇതിനുണ്ടാവുക. കാരണം നമ്മൾ പി എൻ ജംഗ്ഷൻസും ഡയോഡ്സും ഒക്കെ പഠിച്ച സമയത്ത് വളരെ സൈസ് കുറവാണ്. നമ്മൾ നേരത്തെ പഠിച്ച തന്നെ ലിക്വിഡ് മീഡിയം പിന്നെ ഗ്യാസ് മീഡിയം ഒക്കെ എടുക്കുമ്പോൾ അതിന് സെറ്റപ്പ് വളരെ വലുതായിരിക്കും. ബട്ട് സെമി കണ്ടക്ടർ ലേസേഴ്സ് ആണെങ്കിൽ കോമ്പാക്ട് ഇൻ സൈസ് വളരെ കുറവായിരിക്കും. ദെൻ അതിന്റെ എഫിഷ്യൻസി എന്താണ്, ഹൈ എഫിഷ്യൻസി ആയിരിക്കും. ദെൻ എബിലിറ്റി ടു ഡയറക്ട്ലി മോഡുലേറ്റഡ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. മോഡുലേറ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റും അതിന്റെ പ്രോപ്പർട്ടീസ്. കാരണം ഫോർവേഡ് ബയാസ് റിവേഴ്സ് ബയാസിലാണ് നമ്മളത് കളിക്കാറുള്ളത്. അപ്പൊ നമ്മൾ ഫോർവേഡ് ബയാസ് കൊടുക്കുന്നതും അതുപോലെ ഏത് ഡിഫറെന്റ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ മോഡുലേഷനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3 റീസൺ കൊണ്ട് തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെമി കണ്ടക്ടർ ലേസർ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഫസ്റ്റ് സെമി കണ്ടക്ടർ ലേസർ 1962 ഡെവലപ്പ് ചെയ്യുന്നത്. റോബർട്ട് എൻ ഹാൾ എന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്തത്. അതിൽ യൂസ് ചെയ്താണ് ഗാലിയം ആർസനൈഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഗാലിയം ആർസനൈഡ് എന്ന് വെച്ചിട്ടില്ലേ ഇലക്ട്രോണിക്സിലൊക്കെ. സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ് ഗാലിയം ആർസനൈഡ്. അത് ഈ മെറ്റീരിയൽ ആണ് എന്ത് ചെയ്തത്, ആദ്യമായിട്ട് ഒരു സെമി കണ്ടക്ടർ ലേസർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. റോബർട്ട് എൻ ഹാൾ എന്നുള്ള സയന്റിസ്റ്റിനാണ് അത് എന്ത് ചെയ്തത്, ആ വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അത് എമിറ്റ് ചെയ്ത വേവ് ലെങ്ത് പറഞ്ഞാൽ 850 നാനോമീറ്റർ റേഞ്ചിലായിരുന്നു കേട്ടോ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത്. ജസ്റ്റ് ഓർത്ത് വെക്കട്ടെ, 850 നാനോമീറ്റർ. ദെൻ ഇത്രയാണ് ബേസിക്സ് സെമി കണ്ടക്ടർ ലേസറിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആരെയാണ് ഇൻവെന്റ് ചെയ്ത്, പിന്നെ അതിന്റെ ഗെയിൻ മീഡിയം, അതിന്റെ അഡ്വാൻറ്റേജ്, ദെൻ ഔട്ട്പുട്ട്. ഈ ജസ്റ്റ് അതിന്റെ വർക്കിങ്ങിൽ വരുന്ന കാര്യം നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എൻ ജംഗ്ഷൻ ഡയോഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻ ഫോർവേഡ് ബയാസ് കണക്ഷൻ. 2 ടൈപ്പ് കണക്ഷൻസ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ഫോർവേഡ് ഉണ്ട്. നമ്മളിവിടെ ഫോർവേഡ് ബയാസ് ആണ് യൂസ് ചെയ്യുക. ഫോർവേഡ് ബയാസിൽ യൂസ് ചെയ്യുന്നത് ഇൻജെക്ട് ദി ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ ഇൻ ടു ദി ജംഗ്ഷൻ റീജിയൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നൊക്കെ അല്ലെ. ഒരു പോസിറ്റീവ് പാർട്ട് ഉണ്ടാവും, നെഗറ്റീവ് പാർട്ട് ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എന്ത് ചെയ്യുക, പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യാന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇതിന്റെ കണക്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് എന്ത് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുന്നതാണ്. എന്ത് ചെയ്യും, ഇവിടുന്ന് എന്ത് ചെയ്യും, ഹോൾസും ഇലക്ട്രോൺസും ഒക്കെ എന്ത് ചെയ്യും, ഈ ജംഗ്ഷനിൽ ഇൻജെക്ട് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ പോസിറ്റീവ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ഇവിടെ റിപ്പൽ ചെയ്യും. അതായത് പോസിറ്റീവ് മീൻസ് ഹോൾസ് ആണ്, അറിയില്ലേ ഇലക്ട്രോണിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് ഇൻജെക്ട് ചെയ്യും. അതിന്റെ ബേസിക് വർക്കിംഗ്സ് ആണ് ഇത് സെമി
പി എൻ ജംഗ്ഷന്റെ വർക്കിംഗ് ആണ്. ദെൻ അതിനുള്ള എന്ത് പോസിബിൾ ഉണ്ട്? കരിയർ റീകമ്പൈൻ ചെയ്യും അല്ലെ? ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് ഹോൾ എന്നുള്ള പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ. അപ്പൊ ഇതെന്ത് ചെയ്യും? റീകമ്പൈൻ ചെയ്യും. റീകമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റിലീസിങ് സം എനർജി ഇൻ ദി ഫോം ഓഫ് ഫോട്ടോൺസ്. LED ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, കാരണം അവിടെ നടക്കുന്ന അതേ പ്രോസസ്സാണ്. അപ്പം ഈ ഹോൾസും ഇലക്ട്രോൺസും റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കുറച്ച് എനർജി ആയി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും ഫോട്ടോൺസ് അല്ലെ, ഇൻ ദി ഫോം ഓഫ് ഫോട്ടോൺസ്. അതായത് ലൈറ്റ് ആയിട്ട് നമ്മൾ കാണാൻ പറ്റും. ദെൻ ദീസ് ഫോട്ടോൺസ് മൂവ് ത്രൂ ദി ജംഗ്ഷൻ. ഇങ്ങനെ ഫോട്ടോൺസ് സിമ്പിൾ ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് LED ആയിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. ഇനി അവിടെ വേറൊരു പ്രോസസ്സും കൂടി ഒക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് അത് ലേസർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഫോട്ടോൺസ് എന്ത് ചെയ്യുക? ജംഗ്ഷനിലൂടെ മൂവ് ചെയ്യുകയും then stimulate other excited electron to emit additional photons. അതായത് ഈ ജംഗ്ഷനിൽ എന്ത് ചെയ്യുക? എക്സൈറ്റഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എന്തെങ്കിലും ഡോപ്പിങ്ങോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടി വരും, എൻഹാൻസ് ചെയ്യിക്കാൻ പ്രോപ്പർട്ടീസ്. അങ്ങനെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ഓൾറെഡി ഈ റീകമ്പൈനെ കൊണ്ട് ഫോട്ടോൺസ് ഉണ്ടാവും. ഈ ഫോട്ടോൺസ് എന്ത് ചെയ്യും? ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസുമായിട്ട് എന്ത് ചെയ്യും? ഇന്ററാക്ഷൻ വരും. അപ്പം എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരും. അപ്പം എന്ത് ചെയ്യും? ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യും. കൂടാതെ ഇൻസിഡന്റ് ചെയ്ത ലൈറ്റ് ഉണ്ടാവും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് വിളിച്ചത്. ഓർമ്മയില്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഒക്കെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലേസർ ഔട്ട്പുട്ട് കിട്ടും. ലേസർ ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, സെമി കണ്ടക്ടർ ലേസറിലാണ് നടക്കുന്നത്. അപ്പൊ സിമ്പിളി ഒരു പി എൻ ജംഗ്ഷൻ ആണ്, ബട്ട് അതിലേക്ക് എന്ത് ചെയ്യണം? ഒരു എക്സൈറ്റഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൂടെ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ലേസർ ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ നോർമലി LED ആയിട്ട് വർക്ക് ചെയ്തു പോകും, ബട്ട് നമുക്ക് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്താൽ നല്ലൊരു ലേസർ ഔട്ട്പുട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് ഒരു സെമി കണ്ടക്ടർ ലേസറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. കൂടുതൽ കുറെ തിയറീസ് ഒക്കെ ഉണ്ട്, ബട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് അതിന്റെ എന്താണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പി എൻ ജംഗ്ഷൻ ഒക്കെ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാത്ത, നിങ്ങൾ ഇലക്ട്രോണിക്സ് ആയി ഡിസ്കസ് ചെയ്യല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തിലേക്ക് തീരെ പോകാത്തത്. നിങ്ങൾക്ക് അറിയാൻ മതിയാവും ഇതിന്റെ തിയറിയും കോൺസെപ്റ്റും ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ദെൻ ഇനി നമ്മുടെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ലേസർ അല്ലെ, 4 ഡിവിഷൻസ്. ഒന്ന് സോളിഡ് ആവാം, അല്ലെങ്കിൽ മറ്റൊന്ന് ഗ്യാസ് ഗെയിൻ മീഡിയ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡൈ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ യൂസ് ചെയ്യാം. അല്ലെ, ഇങ്ങനെ 4 കാറ്റഗറിയാണ് നിങ്ങൾ പഠിച്ചത് അല്ലേ? ദെൻ സോളിഡ് സ്റ്റേറ്റിൽ 2 മെയിൻ ആയിട്ടുള്ള ഇതാണ്, ഒന്ന് റൂബി ലേസറും ഒന്ന് Nd:YAG ലേസറും. റൂബി ലേസർ എന്ന് പറഞ്ഞാൽ 3 ലെവൽ സിസ്റ്റം ആണ്, Nd:YAG എന്ന് പറഞ്ഞാൽ 4 ലെവൽ സിസ്റ്റം ആണ്. ഓക്കെ, ദെൻ ഗ്യാസ് ലേസർ രണ്ടെണ്ണമാണ് നിങ്ങൾ പഠിച്ചത്, ഒന്ന് CO2 ഗ്യാസ് ലേസറും ഒന്ന് ഹീലിയം നിയോൺ ഗ്യാസ് ലേസറും. ഓക്കെ, ഇതിൽ ഹീലിയം നിയോൺ ഗ്യാസ് ലേസർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വേവ് ലേസർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, പൾസ്ഡ് ലേസറിനെ നമ്മൾ യൂസ് ചെയ്യൂല, അതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഡൈ ലേസർ പറഞ്ഞു. ഡൈ ലേസറിൽ ക്ലോറോഫിൽ ആണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഡൈ ലേസർ എന്ന് പറഞ്ഞത്. സെമി കണ്ടക്ടറിൽ ഗാലിയം ആർസനൈഡ് ആണ് ആദ്യമായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് എന്താണ്, ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതിനനുസരിച്ച് ആപ്ലിക്കേഷൻസിനനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് ലേസേഴ്സും ആണ് യൂസ് ചെയ്യുക. അതായത് ഒരു ലേസർ തന്നെ എല്ലാ മെഡിക്കൽ പർപ്പസിനും മിലിറ്ററി പർപ്പസിനും നമ്മുടെ എന്റർടൈൻമെന്റ് പർപ്പസിനും എല്ലാത്തിനും ഒരു ലേസർ അല്ല. അത് നമ്മുടെ യൂസസിനനുസരിച്ചിട്ട് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്ന ലേസറുകളാണ്. അങ്ങനെ ട്യൂൺ ചെയ്യാൻ നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് അപ്രോച്ച് നടത്താം. അതാണ് നിങ്ങൾ ഈ ടേബിളിൽ കാണുന്നത്. ഒന്നുകിൽ സോളിഡ് ആയി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡൈ ലിക്വിഡ്സ് യൂസ് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ മെറ്റീരിയൽസും യൂസ് ചെയ്ത് നമ്മൾ ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് അതിന്റെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ മനസ്സിലുണ്ടാവണം. ദെൻ അതിന്റെ പോയിന്റുകൾ നിങ്ങൾ ജസ്റ്റ് കയറ്റിയാൽ നിങ്ങൾക്ക് ആ ഒരു ഈ ഫീൽഡിൽ നിന്നാണ് ഈ ലേസർ ആൻഡ് ഒപ്റ്റിക്സ് എന്നുള്ളതിൽ ഒരു മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ലേസറും ചോദിക്കുകയാണെങ്കിൽ ഈ സാധനത്തെ ഈ ടൈപ്പ് ഓഫ് ലേസർ വെച്ചിട്ട് ഇതിന്റെ ബേസിലേക്കും ചോദിക്കാം. അപ്പൊ നിങ്ങൾ നല്ലോണം പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. ദെൻ ഇനി നമ്മൾ പറഞ്ഞതിന്റെ ഒരു ഓവർവ്യൂ ആണ്, കംപ്ലീറ്റ് ഓവർവ്യൂ ആണ്. റൂബി ലേസർ ആരാ ഇൻവെന്റ് ചെയ്തത്? നെയ്മാൻ. 694
3 നാനോമീറ്റർ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ല, ആപ്ലിക്കേഷൻസ് ആണ്. ഹോളോഗ്രഫിക്ക് യൂസ് ചെയ്യും. ഹോളോഗ്രഫി എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യും. പ്രോസസ്സാണ് ഹോളോഗ്രഫി. പിന്നെ റേഞ്ച് ഫൈൻഡിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. ടാറ്റു റിമൂവൽ, അല്ലെ, ടാറ്റൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റിമൂവലിന് യൂസ് ചെയ്യുക, റൂബി ലേസർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി Nd:YAG ആണെങ്കിൽ JE, നമ്മൾ 3 പേര് പറഞ്ഞിട്ടുണ്ട്, HN മാർക്കോസ് എന്ന് പറഞ്ഞിട്ട്. ദെൻ അതിന്റെ റേഞ്ച് 1064 നാനോമീറ്റർ, ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ് റേഞ്ചിലായിരിക്കും. ദെൻ മെഡിക്കൽ സർജറീസിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മെറ്റീരിയൽ പ്രോസസ്സിങ്, മെറ്റീരിയൽസ് ഒക്കെ സിന്തസിസ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സയന്റിഫിക് റിസർച്ചിനൊക്കെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യാറുണ്ട് Nd:YAG ലേസേഴ്സ്. ചില അബിലേഷൻ പ്രോസസ്സുകൾ, പിന്നെ ക്യാരക്ടറൈസേഷൻ പ്രോസസ്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് CO2 ലേസർ, കാർബൺ ഡൈ ഓക്സൈഡ് CO2 ലേസർ ആരാണ്? CN കുമാർ, N പട്ടേൽ സയന്റിസ്റ്റ്. ദെൻ 10.6 മൈക്രോമീറ്റർ റേഞ്ചിലാണ്. ദെൻ കട്ടിങ്, വെൽഡിങ്, എൻഗ്രേവിങ്, മെഡിക്കൽ സർജറീസ്, ഇതിനൊക്കെ നമ്മൾ CO2 മെയിൻലി നമ്മുടെ എന്താ പറയാ സ്കിൻ സർജറീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ എന്ന് പറയുന്നത്. പിന്നെ ഹീലിയം നിയോൺ ലേസേഴ്സ്, അലി ജവാൻ പോലുള്ള ഈ 3 സയന്റിസ്റ്റുകളാണ്. 32.8 നാനോമീറ്റർ റെഡ് കളർ അതിന്റെ ഇത് വരുന്നത്. ദെൻ ബാർകോഡ് സ്കാനിങ്, നിങ്ങൾ കണ്ടിട്ടില്ലേ കടയിലൊക്കെ പോയാൽ സ്കാൻ ചെയ്യുന്ന ഒരു റെഡ് കളറുള്ള സംഭവം, അത് ഹീലിയം നിയോൺ ലേസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെ അലൈൻമെന്റ്, പിന്നെ ഹോളോഗ്രാഫിക്കും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആർഗൺ അയൺ ലേസർ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, മറ്റൊരു ഗ്യാസ് ലേസർ ആണ്, ഒരു ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. ബട്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ബട്ട് അറിഞ്ഞിരിക്കുക, വില്യം ബ്രിഡ്ജസ് ആണ് അതിന്റെ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 488 നാനോമീറ്റർ റേഞ്ച്, അതായത് ഏകദേശം ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ, ഈ 2 ഔട്ട്പുട്ടുകൾ നമുക്ക് അതിന് കിട്ടും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പമ്പിങ്ങിനനുസരിച്ചിട്ടാണ് ഇത് ചേഞ്ച് ചെയ്യുക. പിന്നെ റെറ്റിനാൽ ഫോട്ടോതെറാപ്പി, അതായത് ഐ സർജറി ആണ്. പിന്നെ ലിത്തോഗ്രഫി, സ്പെക്ട്രോഗ്രഫി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോസസ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സെമി കണ്ടക്ടർ അല്ലെ, ഗാലിയം ആർസെനൈഡ് ആണ്, റോബർട്ട് എൻ ഹാൾ ആണ് കണ്ടുപിടിച്ചത്. 850 നാനോമീറ്റർ ആണ് അതിന്റെ വേവ് ലെങ്ത് ഔട്ട്പുട്ട് വരിക. ദെൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഇനിയിപ്പം എന്താണ് ഫൈബർ ഒപ്റ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും. ദെൻ CD DVD അല്ലെ, എന്റർടൈൻമെന്റ് പ്രോസസ്സിന്. ദെൻ ലേസർ പോയിന്റേഴ്സ്, ലേസർ പോയിന്റർ കണ്ടിട്ടില്ല, PPT പ്രസന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവം, ഒരു പെന്ന് പോലത്തെ ഒരു സംഭവം ഉണ്ടാവില്ല, അതിൽ യൂസ് ചെയ്യുന്ന എന്താണ് സെമി കണ്ടക്ടർ ലേസർ ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ഡൈ ലേസർ അല്ലെ, യൂസിങ് ക്ലോറോഫിൽ ആണ് ഫസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്തത്. അത് പീറ്റർ സോറോക്കിൻ, JR ലേങ്കാർഡ് ആണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്തത്. പിന്നെ നമ്മൾ അതിന് പറഞ്ഞു അതിന്റെ ഇത് ട്യൂണബിൾ ആണെന്നുള്ളത് അല്ലെ, നമ്മൾ അതിന് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്താൽ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം. അൾട്രാവയലറ്റ് ടു നിയർ ഇൻഫ്രാറെഡ് റീജിയൻ വരെ കിട്ടും. ദെൻ അത് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാണ്. സ്പെക്ട്രോസ്കോപ്പി നമ്മൾ എന്തിനാ യൂസ് ചെയ്യാറുള്ളത്? നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് തോന്നുന്നു അല്ലേ. അതായത് നമ്മളൊരു മെറ്റീരിയലിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി മെത്തേഡുകൾ. ഒരുപാട് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, രാമൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, IR സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സ്പെക്ട്രോസ്കോപ്പികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ലേസർ, ഈ ഡൈ ലേസർ. പിന്നെ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് റിസർച്ച് ഫീൽഡിലൊക്കെ നമ്മൾ ഡൈ ലേസറുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലേസറിനെ കുറിച്ച് അറിയാം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഏകദേശം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്ന് പഠിച്ചിട്ടുള്ളത് ഡിഫറെന്റ് ടൈപ്പ് ലേസറുകളാണ്, സോളിഡ്, ഗ്യാസ്, ഡൈ, സെമി കണ്ടക്ടർ. കൂടാതെ കോസി 3 ലെവൽ സിസ്റ്റം എന്ന് പറയുന്നത് സ്മോൾ പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം നമ്മുടെ ലേസർ പാർട്ട് ഏകദേശം ഇതോട് കൂടിയിട്ട് കഴിയാനായിട്ടുണ്ട്. ഇനി ചെറിയ കുറച്ച് ടോപ്പിക് കൂടെ ഉള്ളത്, കുറച്ച് ബ്രോഡനിങ് സിസ്റ്റം. അതായത് നമ്മൾ ലേസർ ഔട്ട്പുട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ചില പാരാമീറ്റേഴ്സ് കൊണ്ട് നമുക്ക് കറക്റ്റ് ഡയറക്ഷനിലല്ല, കുറച്ചൊരു എന്തുണ്ടാവും, ഒരു കുറച്ച് ഡിസ്പോസിഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ലൈൻ ബ്രോഡനിങ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നോൺ ലീനിയർ ഒപ്റ്റിക്സിന്റെ കുറച്ച് പാർട്ടുകളും ഉണ്ട്, അതുകൂടി ഡിസ്കസ് ചെയ്താൽ ഈ ലേസർ ഒപ്റ്റിക്സ്, ഫൈബർ ഒപ്റ്റിക്സ്, ലേസർ എന്നുള്ള ഭാഗം കഴിയും. പിന്നെ ഫൈബർ ഒപ്റ്റിക്സ് കുറച്ചുകൂടെ സിമ്പിൾ ആണ്, നിങ്ങൾ ഒപ്റ്റിക്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. Thank you, sir.